നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓക്കെയാണേ. അപ്പോൾ നമ്മൾ പ്രസ്താവനകളൊക്കെ വായിച്ച് അതിൻ്റെ ആൻസർ ഇതായി ഇതിൽ ഞാൻ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ആദ്യമേ പറയുകയാണ് കോൺവെക്സ് ദർപ്പണം. അപ്പം കോൺവെക്സ് ദർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താണ്ടേടാ പ്രതിപതന തലം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരം ദർപ്പണങ്ങളാണ് ഇത് കോൺവെക്സ് ദർപ്പണം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് താണ്ട് ഇങ്ങനൊരു ഗോളത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കോൺവെക്സ് ദർപ്പണം എന്താണ്? ഒരു ഗോളീയ ദർപ്പണവുമാണ്. ഓക്കെ. ഇനി കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്ന ദർപ്പണങ്ങളാണ് ഇത് കോൺകേവ് ദർപ്പണങ്ങൾ. അപ്പം പ്രതിപതന തലം പുറത്തേക്ക് തള്ളി നിൽക്കുന്നവനാണ് ആര്? കോൺവെക്സ് ദർപ്പണം. കോൺവെക്സ് ദർപ്പണം. പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞിരിക്കാവുന്നവനാണ് ആര്? കോൺകേവ് ദർപ്പണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്ക്. പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളാണ് ഇവ. അത് തെറ്റല്ലേ? പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അത് കോൺകേവ് ദർപ്പണമാണ്. കോൺകേവ് ദർപ്പണം. ഇനി പ്രതിപതന തലം അപ്പം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന തരം ഗോളീയ ദർപ്പണങ്ങൾ ചോദിച്ചാൽ ഏതാണ്? അതാണ് ഏത്? കോൺവെക്സ് ദർപ്പണം. അപ്പോൾ ഒന്നാമത്തെ കേസ് ഓക്കെയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഈ കോൺവെക്സ് ദർപ്പണത്തിന് വീക്ഷണ വിസ്തൃതി കൂടുതലാണ്. അപ്പോൾ വീക്ഷണ വിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ദർപ്പണം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കോൺവെക്സ് ദർപ്പണത്തിനാണ് വീക്ഷണ വിസ്തൃതി ഏറ്റവും കൂടുതലുള്ളത്. അതായത് നമ്മൾ ആ ലെൻസിലൂടെ ആ ദർപ്പണത്തിലൂടെ നോക്കുമ്പോൾ നമുക്ക് എന്താണ്? ചുറ്റുമുള്ള ഒരുപാട് കാഴ്ചകൾ കാണാം. ഇപ്പോൾ ചുറ്റുമുള്ള ഒരുപാട് കാഴ്ചകൾ ഇൻക്ലൂഡ് ചെയ്യുമ്പം മാക്സിമം എന്താണ് വ്യൂസ് ഇൻക്ലൂഡ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മൾ ദൃശ്യമാനവികതയുടെ പരമാവധി എന്ന് പറയുന്നത്. ആ ദൃശ്യമാനവികതയുടെ പരമാവധിയാണ് വീക്ഷണ വിസ്തൃതി എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പം അത് കൂടുതലുള്ള ലെൻസാണ് ഏത്? കോൺവെക്സ് ലെൻസ്. അതുകൊണ്ടാണ് വാഹനങ്ങളുടെയൊക്കെ റിയർ വ്യൂ മിററായിട്ട് നമ്മൾ ഏതിനെ ഉപയോഗിക്കുന്നത്? കോൺവെക്സ് മിററിനെ ഉപയോഗിക്കുന്നത്. നേരത്തെയും ലെൻസ് എന്നാണ് പറയുന്നത്, മിററാണ് കേട്ടോ. അപ്പോൾ വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായിട്ട് ഏതിനെ ഉപയോഗിക്കുന്നു? കോൺവെക്സ് മിററിനെ അല്ലെങ്കിൽ കോൺവെക്സ് ദർപ്പണത്തെ ഉപയോഗിക്കുന്നു. ഇനി കോൺവെക്സ് ദർപ്പണത്തെ ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് സ്ട്രീറ്റ് ലാമ്പുകളുണ്ടല്ലോ. സ്ട്രീറ്റ് ലാമ്പുകളിൽ റിഫ്ലക്ടറായിട്ട് നമ്മൾ ആരും ഉപയോഗിക്കുന്നു? ഈ പറയുന്ന കോൺവെക്സിനെ ഉപയോഗിക്കുന്നു. അതുപോലെ വാഹനങ്ങളുടെയൊക്കെ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നു. എന്നാൽ കോൺകേവ് മിറർ ഉണ്ടല്ലോ, കോൺകേവ് മിറർ അതാണ് നമ്മൾ ഷേവിങ് മിററായിട്ട് ഉപയോഗിക്കുന്നു. ആരെ? കോൺകേവ് മിററിനെ ഷേവിങ് മിററായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ മേക്കപ്പ് മിററായിട്ട് നമ്മൾ ഏതിനെ ഉപയോഗിക്കുന്നു? കോൺകേവ് ദർപ്പണത്തെ ഉപയോഗിക്കുന്നു. അതുപോലെ ഡോക്ടേഴ്സൊക്കെ ഈ പറയുന്ന ഡെന്റിസ്റ്റ്, ENT ഡോക്ടർമാരൊക്കെ ഹെഡ് മിററായിട്ട് ഉപയോഗിക്കുന്നു. ഏതിനെ? കോൺകേവ് ദർപ്പണത്തെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ഷേവിങ് മിററായിട്ട് ഉപയോഗിക്കുന്നത് ആരെയാണ്? കോൺകേവിനെയാണല്ലേ. അപ്പോൾ ഇതിൽ 2 കോൺവെക്സും 2 കോൺകേവും ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് കോൺവെക്സ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രസ്താവന 2, 4 എന്നിവയാണ് ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏത്? മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മാസിൻ്റെ SI യൂണിറ്റ് ആണ്. ഓക്കെ, മാസിൻ്റെ SI യൂണിറ്റ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് മാസ് എന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് മാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വസ്തുവിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്. ഒരു വസ്തുവിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ മാസ് എല്ലായ്പ്പോഴും തുല്യമാണ്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ മാസ് എല്ലായ്പ്പോഴും തുല്യമാണ്. നമ്മൾ പ്രപഞ്ചത്തിൽ എവിടെ കൊണ്ടുവച്ചാലും വസ്തുവിൻ്റെ മാസിന് വരത്തില്ല? വ്യത്യാസം വരത്തില്ല. അപ്പം മാസിൻ്റെ SI യൂണിറ്റ് ചോദിച്ചാൽ അത് കിലോഗ്രാം ആണ്. മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം. അതിന് നമ്മൾ kg എന്ന അക്ഷരം ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ D കിലോഗ്രാം ആണ് ഇവിടെ ആൻസർ. ഇനി മാസിൻ്റെ ചെറിയ യൂണിറ്റാണ് ഏത്? ഗ്രാം. ഓക്കെ, മാസിൻ്റെ ചെറിയൊരു യൂണിറ്റാണ് ഏത്? ഗ്രാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1 കിലോഗ്രാം എത്ര ഗ്രാം എന്ന് ചോദിച്ചാൽ എത്രയാണ്? അത് 1000 ഗ്രാം ആണ് കേട്ടോ. 1000 ഗ്രാം. അപ്പം നമ്മളടുത്ത് ഇതുപോലെ ചോദിച്ചതാണ് 1 ക്വിൻ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിലോഗ്രാം ആണ്. അതുപോലെ 1 ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിലോഗ്രാം ആണ് എന്ന് നമ്മളടുത്ത് PC സ്ഥിരം ചോദിക്കുന്നതാണ്. അവിടെ മനസ്സിലാക്കി വെച്ചേക്കേണ്ടത് 1 ക്വിൻ്റൽ നമ്മൾ Q, ടൺ നമ്മൾ T. ഓക്കെയാണേ. നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് എഴുതുന്ന സമയത്ത് PQRST അല്ലേ എഴുതുന്നത്. അപ്പോൾ ആദ്യം എഴുതുന്നതാണ് Q, പിന്നീടാണ് T. അപ്പം 1 ക്വിൻ്റൽ 1 ടൺ. 1 ക്വിൻ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100 കിലോഗ്രാം ആണ്. 1 ടൺ എന്ന് പറഞ്ഞാൽ അത് 1000 കിലോഗ്രാം ആണ്. അപ്പോൾ നമുക്ക് ക്വിൻ്റലും ടണ്ണെന്ന് പറഞ്ഞാൽ 100 അല്ലെങ്കിൽ 1000 ആണ് ഉത്തരവെന്ന് നമുക്ക് മനസ്സിലായി.
ഇനി നമ്മൾ ആലോചിച്ച് വയ്ക്കാനുള്ള കേസ് എന്ന് കിൻഡൽ ക്യൂ ആണ്. അപ്പോൾ എത്ര ആദ്യം വരുന്നു? അപ്പം ചെറിയത് 100. ടൺ രണ്ടാമത് വരുന്നു, അത് വലുത് 1000 എന്നങ്ങ് ആലോചിച്ച് വെച്ചത് കേട്ടോ. പഠിക്കാനൊരു എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതാണ്, ചിന്തിച്ച് വയ്ക്കാൻ വേണ്ടി ഒരു എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഇനി അപ്പോൾ മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ചോദിക്കുന്നത് പോലെ നമ്മളത് ചോദിക്കും സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ത്? സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ചോദിച്ചാൽ ഇതാണ്, അത് സെക്കൻഡാണ് എന്ത് സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്. അതുപോലെ നീളം ചോദിക്കാം, നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ചോദിച്ചാൽ ഏതാണ്? അത് മീറ്ററാണ് കേട്ടോ. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ചോദിച്ചാൽ മീറ്ററാണ്. അതുപോലെ പദാർത്ഥത്തിൻ്റെ അളവ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് അടിസ്ഥാന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ SI യൂണിറ്റ് മോളാണ് കേട്ടോ. മോള് ഈ മോൾ എന്നത് പ്രതീകമാണ് കേട്ടോ, പ്രതീകം. അപ്പോൾ സെക്കൻഡ് എന്നാ പറയുന്ന യൂണിറ്റ് നമ്മൾ മുഴുവനായിട്ട് എഴുതുന്നു, അതിൻ്റെ പ്രതീകമാണ് ഇത് S. മീറ്റർ എന്നതിൻ്റെ പ്രതീകമാണ് എന്ത്? M. അപ്പം അതുപോലെ വൈദ്യുത പ്രവാഹ തീവ്രത അതിൻ്റെ യൂണിറ്റാണ് ഇത്, അത് ആംപെയറാണ് കേട്ടോ. ഏതാണ്? ആംപെയർ. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ചോദിച്ചാൽ കാൻഡിലയാണ്, CD ആണ് കേട്ടോ. ലൂമിനസ് ഇൻറ്റൻസിറ്റി CD. അതുപോലെ തന്നെ എന്താണ്? താപനിലയുടെ SI യൂണിറ്റ് ചോദിച്ചാൽ ഏതാണ്? അത് കെൽവിനാണ് കേട്ടോ. ഏതാണ്? കെൽവിൻ. ഓക്കെ ആണേ. ഇതാണ് നമ്മൾ സാധാരണ ചോദിക്കുന്ന അടിസ്ഥാന അളവുകൾ. അടിസ്ഥാന അളവുകൾ എത്ര എന്ന് വെച്ചാൽ എത്ര? 7 അടിസ്ഥാന അളവുകളാണുള്ളത്. 1 സമയം, നീളം, മാസ് 3, പദാർത്ഥത്തിൻ്റെ അളവ് 4, വൈദ്യുത പ്രവാഹ തീവ്രത 5, പ്രകാശ തീവ്രത 6, താപനില 7. ഓക്കെ. ഈ പറയുന്ന 7 അളവിനും എന്തുണ്ട്? ഡൈമെൻഷണൽ ഫോർമുല ഉണ്ട് കേട്ടോ. ഈ 7 അളവിനും എന്തുണ്ടടാ? ഡൈമെൻഷണൽ ഫോർമുല ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കി വെച്ചേക്കുക, ഈ 7 അളവിനും എന്തുണ്ട്? ഡൈമെൻഷണൽ ഫോർമുല ഉണ്ട്. അപ്പം ഡൈമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി ഈ പറയുന്ന അടിസ്ഥാന അളവുകൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ് പൂരക അളവുകൾ. പൂരക അളവുകൾ 2 എണ്ണം ഉണ്ട് കേട്ടോ. വിൽപ്പന അളവല്ലേ ഇത്, പൂരക അളവുകളാണ്. പൂരക അളവുകൾ 2 ആണ്. ഒന്ന് റേഡിയൻ RAD എന്നിടും കേട്ടോ. അടുത്തതാണ് സ്റ്റെറേഡിയൻ SR എന്നിടും. അപ്പോൾ ഇത് രണ്ടുമാണ് ഇത് പൂരക അളവുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെയാണേ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനാണ്, ഏതുതരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് ഖരപദാർത്ഥം, അതുപോലെ തന്നെ ദ്രാവകം, വാതകം, ശൂന്യത. ഇതിൽ ഖരപദാർത്ഥത്തിലൂടെയാണ് ശബ്ദം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത്. ഖരപദാർത്ഥമാണ്. ഖരം കഴിഞ്ഞാൽ ദ്രാവകമാണ്, അത് കഴിഞ്ഞാൽ വാതകമാണ്. അപ്പോൾ ശബ്ദത്തിന് ഏറ്റവും വേഗത കൂടിയ മാധ്യമം ചോദിച്ചാൽ ഏതാണ്? വേഗത കൂടുതൽ ഖരപദാർത്ഥമാണ്. ഇനി വേഗത കുറഞ്ഞ മാധ്യമം എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? അത് വാതകമാണ് കേട്ടോ. നമ്മൾ ശൂന്യത എന്ന് എഴുതരുത്, കാരണം ശൂന്യതയിലൂടെ ശബ്ദം സഞ്ചരിക്കില്ല. ശൂന്യതയിലൂടെ ശബ്ദം എന്ത് ചെയ്യില്ല? സഞ്ചരിക്കില്ല. അപ്പോൾ ഒരു വഴി സഞ്ചരിക്കത്തില്ല എങ്കിൽ അതുവഴി എന്തെങ്കിലും വേഗതയോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? വേഗത കുറഞ്ഞ മാധ്യമം എന്ന് ചോദിച്ചാൽ ഉത്തരം ശൂന്യത എഴുതരുത്. എന്ത് എഴുതാവൂ? അത് വാതകമേ എഴുതാവൂ കേട്ടോ. ഇത് SCRT ആൻസറാണ്. SCRT ആൻസർ. ഓക്കെയാണേ. അപ്പോൾ ശബ്ദത്തിന് വേഗത കൂടുതൽ ഖരം, വേഗത കുറവ് ചോദിച്ചാൽ ഏതാണ്? വാതകമാണ്. ഇനി വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത 350 മീറ്റർ/സെക്കൻഡ് ആണ് പുതിയ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം. പണ്ട് 340 മീറ്റർ/സെക്കൻഡ് ആയിരുന്നു ഏത് PSC ആൻസറും ടെക്സ്റ്റ് ബുക്കിലും. ഇപ്പം നമ്മൾ ഓപ്ഷനിൽ 350 340 ഉണ്ടെങ്കിൽ ഇനി ഏത് കറുപ്പിക്കാവൂ? 350 കറുപ്പിക്കാവൂ കേട്ടോ. 350 ഇല്ല, 340 349 ഒക്കെ ഉണ്ടെങ്കിൽ 340 കൊണ്ടുപോയി കറുപ്പിക്കണം കേട്ടോ. അത് പഴയ ഉത്തരപ്രകാരം. അപ്പം വായുവിലൂടെയുള്ള ശബ്ദ വേഗത നമ്മുടെ അടുത്ത് ഒരു പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ 0°C വായുവിലൂടെയുള്ള ശബ്ദ വേഗത 331 മീറ്റർ/സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ 20°C താപനിലയിൽ വായുവിലൂടെയുള്ള ശബ്ദ വേഗത 343 മീറ്റർ/സെക്കൻഡ് ആണ്. അതുപോലെ നോക്കടാ, 25°C താപനിലയിൽ വായുവിലൂടെയുള്ള ശബ്ദ വേഗത 346 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കിക്കൂടെ? താപനില കൂടുമ്പോൾ എന്താണ്? ശബ്ദവേഗത കൂടും.
താപനില കൂടുമ്പോൾ അന്തരീക്ഷത്തിൻ്റെ ആർദ്രതയും കൂടും കേട്ടോ. അന്തരീക്ഷത്തിലെ ആർദ്രതയും കൂടും. അതായത് താപനില കൂടുമ്പോൾ ജലം ബാഷ്പമായി മുകളിലോട്ട് പോകത്തില്ലേ, അപ്പോൾ അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിൻ്റെ അളവ് കൂടത്തില്ലേ. അപ്പോൾ എന്താണ്, താപനില കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ വേഗത കൂടും. അതുപോലെ തന്നെ എന്താണ്, വായുവിലെ ആർദ്രത കൂടുമ്പോഴും ശബ്ദത്തിൻ്റെ വേഗത എന്താണ്, കൂടും. ഇനി ചില മാധ്യമങ്ങളിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത, ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. അതായത് ഇവിടെ മീഡിയം എഴുതുവാണ്, അലൂമിനിയം. അപ്പോൾ ഈ അലൂമിനിയത്തിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത നമ്മൾ, അതായത് 20 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ, അപ്പം താപനില എഴുതി വെച്ചിട്ടുണ്ട്, 20 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ അലൂമിനിയത്തിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത 6420 മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. ഇനി സ്റ്റീലുണ്ടല്ലോ, സ്റ്റീലിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത 5941 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നമുക്കുള്ള കടൽ ജലമുണ്ട്, കടൽ ജലത്തിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത 1522 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ശുദ്ധജലമുണ്ടല്ലോ, ശുദ്ധജലത്തിലൂടെയുള്ള ശബ്ദവേഗത 1482 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി വായുവിലൂടെയുള്ള 20 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ വായുവിലൂടെയുള്ള വേഗത എത്ര, ഇവിടെ പറഞ്ഞല്ലേ 343 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഹീലിയം ഉണ്ടല്ലോ, ഹീലിയം വാതകത്തിലൂടെയുള്ള വേഗത 965 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുമില്ലെങ്കിലും ഇത്രയും കാര്യങ്ങളും കൂടെ ജസ്റ്റ് എന്ത് ചെയ്യുക, നോക്കിക്കൊണ്ട് പോകണം കേട്ടോ. ഇനി കരക്കാറ്റ്, കടൽക്കാറ്റ്. കരക്കാറ്റും കടൽക്കാറ്റും ഉണ്ടാകാൻ കാരണം, കരക്കാറ്റിനും കടൽക്കാറ്റും ഉണ്ടാകാൻ കാരണമായ താപപ്രേഷണ രീതിയാണ് സംവഹനം. ഓക്കെയാണ്, എന്താണ് സംവഹനം. അപ്പം നമ്മൾ 10th പ്രിലിംസിന് വേണ്ടി മാത്രം പറയുന്നത് കൊണ്ട് വലിയ ഡീപ്പായിട്ട് പറയുന്നില്ല കേട്ടോ. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണം ചോദിച്ചാൽ ഏതാണ്, സംവഹനമാണ്. അപ്പം നോക്കടാ, കരക്കാറ്റ് എന്താണ്, കടൽക്കാറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കരക്കാറ്റ്, കരയിൽ രായുണ്ടല്ലോടാ, അപ്പോൾ കരക്കാറ്റ് രാത്രിയാണ് വീശുന്നത് കേട്ടോ. അപ്പം കരയിൽ എന്താണ്, രായുണ്ട്, അപ്പോൾ അതുകൊണ്ട് കരക്കാറ്റ് എപ്പോഴാണ് വീശുന്നത്, രാത്രിയാണ് വീശുന്നത്. എവിടെ നിന്നും എങ്ങോട്ടാണ് വീശുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, ഏത്, കര എന്നാണ് തന്നേക്കുന്നത് അല്ലേ. അപ്പോൾ കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റാണ് ഏത്, കരക്കാറ്റ്. ഇനി കടൽക്കാറ്റുണ്ടല്ലോ, കടൽക്കാറ്റ് അതിലൊരു ഇല്ലുണ്ടല്ലേ, ഇല്ലായതുകൊണ്ട് പകലാണ് വീശുന്നത്, പകല്. അപ്പോൾ എവിടെ നിന്നാണോ തുടങ്ങുന്നത് ആ പേരിലാണ് നമുക്കുള്ള എന്താണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പം കടലിൽ നിന്നും കരയിലോട്ട് വീശുന്ന കാറ്റാണ് ഏത് കാറ്റ്, കടൽക്കാറ്റ്. അപ്പം കടൽക്കാറ്റ് കടലിൽ നിന്നും കരയിലോട്ടും, കരക്കാറ്റ് കരയിൽ നിന്നും എന്താണ്, കടലിലോട്ടും. അപ്പം രാത്രിയും പകലും. ഇതുപോലെ അറിഞ്ഞിരിക്കുന്ന മറ്റൊന്നാണ് താഴ്വരക്കാറ്റും പർവ്വതക്കാറ്റും. താഴ്വരക്കാറ്റുണ്ട്, പർവ്വതക്കാറ്റുണ്ട്. അപ്പം താഴ്വരക്കാറ്റ് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴ്വരക്കാറ്റ് പകലാണ്. എപ്പോഴാണ്, പകലാണ്. പർവ്വതക്കാറ്റാണെങ്കിലാ അത് രാത്രിയാണ് കേട്ടോ. പർവ്വതക്കാറ്റ് എപ്പോഴാണ്, അത് രാത്രിയാണ്. അപ്പം താഴ്വരക്കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ട് വീശുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പേരെന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ ഒറിജിൻ പ്ലേസ് ആണ്. അപ്പം താഴ്വരയിൽ നിന്നും പർവ്വതത്തിന് മുകളിലേക്ക് വീശുന്നു, പർവ്വത ചരിവുകളിലോട്ട് വീശുന്നു, അതാണ് ഏത്, പർവ്വതക്കാറ്റ്. ഇനി പർവ്വതക്കാറ്റ് എന്ന് പറഞ്ഞാൽ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നും താഴ്വരയിലോട്ട് വീശുന്നു, അതാണ് ഏത്, പർവ്വതക്കാറ്റ്. ഓക്കെ. ഇനി ഈ പറയുന്ന കരക്കാറ്റും കടൽക്കാറ്റ്, താഴ്വരക്കാറ്റ്, പർവ്വതക്കാറ്റ് ഇവയെല്ലാം കാലികവാദത്തിന് ഉദാഹരണമാണ്. ഓക്കെ, ഇത് ജിയോഗ്രഫിയാണ് കേട്ടോ. കാലികവാദത്തിന് ഉദാഹരണമാണ്. ഇപ്പം കാലികവാദം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ലടാ, കൃത്യമായ സമയ ഇടവേളകളിൽ ആവർത്തിച്ചു വരുന്ന തരം കാറ്റുകളെ, വിളിക്കുന്ന പേരാണ് ഏത്, കാലികവാദങ്ങൾ. എന്തെന്ന് വിളിക്കുന്നു, കാലികവാദങ്ങൾ. അപ്പോൾ ഇവിടെ നോക്ക്, കരക്കാറ്റ് കരയിലേക്ക് വീശുന്നു. നോക്ക്, കരക്കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത്, കടലിലോട്ടാണ് വീശുന്നത്. അപ്പോൾ അതുകൊണ്ടല്ലേ അത്. ഇനി കടൽക്കാറ്റ് കടലിലേക്ക് വീശുന്നു, കടൽക്കാറ്റ് കടലിൽ നിന്നും കരയിലോട്ടാണ് വീശുന്നത്. അപ്പോൾ അതും തെറ്റല്ലേ. ഇനി കടൽക്കാറ്റ് രാത്രി സമയത്ത് വീശുന്നു, കടലിൽ ഇല്ലുള്ളതുകൊണ്ട് എപ്പോഴാണടാ, പകലാണ് വീശുന്നത് അല്ലേ. അപ്പോൾ ഇതും തെറ്റാണ്. ഇനി കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു, ഇല്ല്, ശരി. അങ്ങനെയാണ് ഇത് ഈ ഉത്തരം ശരിയായത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഒരു മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണേ.